ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? അപ്പം ഞാൻ മുൻപത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ആണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ വീഡിയോന് 18 മിനിറ്റ് അങ്ങനെ എന്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ലെങ്ത് ഉള്ളതാവുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണാമെന്നുള്ളത്. അതുകൊണ്ടാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയണത് കേട്ടോ. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ച് ബേസിക് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് SCRT പഠനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ NCERT പഠിച്ചു തുടങ്ങാനുള്ള ഒരു ടൈമുണ്ട്. നമ്മളിപ്പോൾ 10th പ്രിലിംസ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ നോക്കുന്ന സമയത്ത് അതിലൊക്കെ ഒരുപാട് അതായത് സെക്കൻഡ് ഫേസിലൊക്കെ ആയിട്ട് സെക്കൻഡ് അല്ല ഫസ്റ്റ് ഫേസിലല്ലേ ഫസ്റ്റ് ഫേസിലൊക്കെ ഒരുപാട് NCERT എന്നുള്ള ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 10th പ്രിലിംസ് എക്സാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന LD എക്സാമിന് NCERT ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്തയും വേണ്ട, ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ NCERT നോക്കിയിട്ടുള്ള പഠനം ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ പറ്റും. കുറേ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യും. അപ്പം നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പഠിക്കുകയും ചെയ്യും, ജോലി വാങ്ങുകയും ചെയ്യും, റാങ്ക് ലിസ്റ്റിലെത്തുകയും ചെയ്യും, ജോലി വാങ്ങുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആകുമ്പോൾ നമ്മൾ മാക്സിമം എവിടത്തൊക്കെ പഠിക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് PYQ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ PYQ മാക്സിമം പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ആരും അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മീൻസ് മെസ്സേജിലൂടെ എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ എവിടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുക. അപ്പം ഒരു വഴി എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറഞ്ഞ ചാനലുണ്ട്. ടെലഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അത് മലയാളത്തിൽ സെർച്ച് ചെയ്താൽ കേട്ടോ, പ്രയാണം ഇന്നലകളിലൂടെ എന്നാണ് ചാനലിൻ്റെ പേര്. അതിൽ ജോയിൻ ചെയ്യുക. എന്നാൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതിൽ തന്നെ 10th ലെവലിന് വേണ്ടിയിട്ടും അങ്ങനെ ഓരോ ലെവലിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിലുണ്ട്. പിന്നെ അടുത്ത ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ വൊക്കാബ്സ് പീഡിയയുടെ ചാനലിലും അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ വേറൊരു ഐഡിയ എന്താ വെച്ചാൽ ഇപ്പം വൊക്കാബ്സ് പീഡിയ അതുപോലെ ഇംപീറ്റസ് പോലുള്ള കുറച്ച് ചാനലുകൾ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ നടത്തുന്നത് 10th പ്രിലിംസിൻ്റെ ആണ് തോന്നുന്നു സീരീസ്. അവർ മുൻപൊക്കെ LDയുടെ ഒക്കെ സീരീസ് ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി അവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടും. കൃത്യം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും 1 മണിക്കൂറാണെന്ന് തോന്നുന്നു. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർ ആൻസർ കീ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അതിനിടയിൽ ആൾക്കാരൊന്ന് കമൻറ്റൊക്കെ ചെയ്യും, മാർക്കൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാവും. അപ്പോൾ ആ സീരീസ് ഒന്ന് ബാക്കിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് മുതലാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ പഠിക്കാൻ. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ പോയിട്ട് ഒരു ബുക്ക് വാങ്ങാം, LDയുടെ ഒരു ബുക്ക് വാങ്ങാം. പിന്നെ അടുത്തൊരു കാര്യം, OMR ഷീറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. അല്ലാതെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകരുത്. OMR ഷീറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ മാർക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താ എത്ര ടൈം എടുക്കും നമ്മൾ ബബിൾ ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് നിങ്ങൾ ഭയങ്കര ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ടൈമിലേക്ക് ഭയങ്കര ഫോക്കസ് ചെയ്യണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചൊക്കെ ടോപ്പിക്സൊക്കെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഭയങ്കരമായിട്ട് ടൈം കറക്റ്റായിട്ട് വെച്ച് എക്സാം എഴുതണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കാണാം എന്നുള്ളതാണ് ഉദ്ദേശം. നമുക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂറിൽ എക്സാം ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് എഴുതിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ചിലപ്പോൾ തെറ്റായിരിക്കാം, എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ചിന്തിച്ച് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ മാർക്കല്ല. പിന്നെ ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത്, അതായത് വെറുതെ കുറേ മാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം. ഒരു വീട്ടിലിരുന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഉദ്ദേശം, മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ PYQ ഇരുന്ന് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഉദ്ദേശം ഒരിക്കലും നിങ്ങളുടെ മാർക്ക് ഭയങ്കരമായിട്ട് കൂട്ടുക എന്നുള്ളതല്ല. ഓക്കെ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലൊരു കാര്യം പറയാം, എന്താണ് നമ്മുടെ അവസ്ഥ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ആ ഒരു മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു സെൽഫ് ഇവാലുവേഷൻ എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു എക്സാമിൻ്റെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന PYQയുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതല്ലാതെ നമ്മൾ ഇതിനെ കണ്ടിട്ട് അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞല്ലോ, ഞാൻ വളരെ മോശമാണ് എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ പഠിക്കുകയാണ്, പഠിക്കുമ്പോൾ മാർക്ക് കുറയും, തെറ്റുമ്പോൾ വീണ്ടും നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മാർക്ക് കൂടുക. ഓക്കെ. അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിട്ട് മാത്രം പഠിക്കാനിരിക്കുക. ഓക്കെ. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ PYQ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കേട്ടോ. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. അല്ലാതെ വീട്ടിലിരുന്ന് നമ്മൾ വെറുതെ നമ്മൾ മാർക്ക് അറിയാമെന്നുള്ളൊരു ഉദ്ദേശമല്ല എന്നുള്ളതിനെ കുറിച്ചാണ് കൃത്യമായിട്ട് അതിൽ പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത് വെറുതെ എൻ്റെ വ്യൂസ് കൂട്ടുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു അനാലിസിസ് ആണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ PYQ വെച്ചിട്ട് എങ്ങനെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഞാൻ അത്രയും മനസ്സിലാക്കി പറഞ്ഞ ഒരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നവരോട് പറയാണ്, ഞാൻ സെൽഫ് പ്രിപ്പയർ ചെയ്തിട്ട് വന്നൊരാളാണ്. അപ്പം
എനിക്ക് പറ്റിയ തെറ്റുകളും എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ രീതിയിലൊരു അനാലിസിസ് ഒക്കെ ഇവിടെ പറയണത്. ഓക്കെ. ചിലപ്പോൾ എൻ്റെ ഭാഗം തെറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, നിങ്ങൾ പറയണത് ശരിയല്ല എന്നൊക്കെ പറയാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ പറയാം കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യമായിരിക്കും വേറെ ആൾക്ക് യൂസ്ഫുൾ ആവാം. ഓക്കെ, ഞാൻ പറയണത് തന്നെ യൂസ്ഫുൾ ആവുള്ളൂ എന്നൊന്നും അങ്ങനത്തെ ഒരു അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്ത് വന്നുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. കുറച്ചൊക്കെ ഒരു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഇവിടെ പറയുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, പലരും ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ റാൻഡമായിട്ട് ഇവിടെ നിങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുക. ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് വരും. നമുക്ക് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് പോലും ലാസ്റ്റ് ഓർമ്മ ഉണ്ടാവില്ല. എന്താണ് പഠിച്ചതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അതിന് പകരം കറക്റ്റായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. നമ്മൾ ഇന്ന ഭാഗങ്ങൾ പഠിച്ചു. ഇപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം. ഞാനിപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ മെയിനായിട്ട് റീസൺ എന്താ വെച്ചാൽ അത് ഫസ്റ്റത്തെ ടോപ്പിക്കാണ്. ഓക്കെ. നമ്മൾ പഠിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന ടോപ്പിക്ക് ആദ്യം സിലബസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫസ്റ്റത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മീൻസ് ഫസ്റ്റ് പോർച്ചുഗീസുകാരെ പഠിക്കുകയാണ് ചെയ്യുക. സാധാരണ ഇതിൽ അങ്ങനെയാണ്. ഓക്കെ. എന്നാൽ അതിന് പകരം നേരെ ഇരുന്ന് ഫസ്റ്റ് ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിച്ചു, കേരളത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ അവരുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ഓർഡറിൽ പഠിക്കണം. നമ്മൾ മാത്രം കഥ മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ കേരളത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യകത ഉണ്ട്. അതിന് വരെ നിങ്ങൾ നേരെ ഫസ്റ്റ് ബ്രിട്ടീഷുകാരെ കുറിച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കൃത്യമായിട്ട് ഒരു സിലബസ് ഫോളോ ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. ഏതെങ്കിലും യൂട്യൂബ് ചാനൽ അങ്ങനെ വീഡിയോസ് ഇട്ടു എന്നാൽ അതിരുന്ന് കാണാം, അങ്ങനെ ചിന്തിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ PYQs ഇരുന്ന് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റാൻഡം ആയിട്ട് എന്തെങ്കിലും കാണാന്നുണ്ടെങ്കിൽ PYQs ഇരുന്ന് കണ്ടോ, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഇരുന്ന് കണ്ടോ. അതല്ലാതെ വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും ഭാഗങ്ങൾ ഫസ്റ്റ് എയ്ഡ് പഠിക്കുന്ന ഒരാളെടുത്താണ് പറയുന്നത്, അവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കാണാമെന്നുള്ളൊരു ഉദ്ദേശം നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു ഓർഡറിൽ പഠിച്ചു പോവുക. നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇന്ന ഭാഗങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ടിക്കറ്റ് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓക്കെ ഇത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഈ ഭാഗത്തിൽ കോൺഫിഡൻ്റ് ആണ്, ഈ ഭാഗത്തിൽ PYQs കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. ഓക്കെ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. നമ്മൾ റിവിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം വേസ്റ്റാണ്. ഓക്കെ. നമ്മൾ 2 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ എടുത്തൊരു ടോപ്പിക്ക് പഠിച്ച് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക്ക് എടുക്കാൻ ടൈം എടുക്കും. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, പക്ഷേ റിവിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേസ്റ്റാണ്. ഓക്കെ. അത് എല്ലാവരും പറയണ കാര്യം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ. നമ്മൾ എനിക്ക് നല്ല കപ്പാസിറ്റിയാണ്, ഒരു തവണ വായിക്കുമ്പോഴേക്കും ഇതൊക്കെ എൻ്റെ തലയിലുണ്ടാവും എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ PYQ കാണുമ്പോൾ മീൻസ് നമ്മളൊരു എക്സാം എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. നമുക്കപ്പം അയ്യോ ഈ ക്വസ്റ്റ്യൻ കണ്ടാണെങ്കിൽ ആൻസർ ഇപ്പം എന്തെങ്കിലും 4 ഓപ്ഷൻ നമുക്ക് ഒരേ പോലെ തോന്നും. അപ്പോഴാണ് നമ്മൾ ഓക്കെ ഇത് ഞാൻ ശരിക്കും റിവൈസ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുക. ഓക്കെ. റിവിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദയവ് ചെയ്ത് റിവിഷൻ ചെയ്യുക. ഓക്കെ. അത് വീക്ക്ലി റിവിഷൻ ആണെന്നുണ്ടെങ്കിലോ അതിന് വീക്ക്ലി റിവിഷൻ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ വീക്ക്ലി റിവിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് തലേദിവസം എന്ത് പഠിച്ചു എന്നുള്ളത് രാവിലെ ഒന്ന് പെട്ടെന്ന് നോക്കി പോകുക. അല്ലാതെ ഞാൻ ഫുള്ളായിട്ട് ഇരുന്ന് വായിക്കണം എന്നല്ല പറയുന്നത്. എന്താണ് അതിൽ പറഞ്ഞതെന്നുള്ള പെട്ടെന്ന് നമുക്ക് തലേദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പിറ്റേ ദിവസം എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അല്ലാതെ വീണ്ടും ഇരുന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം പിന്നെ അതന്നെ പഠിക്കേണ്ടി വരും. തലേദിവസം ഇരുന്ന് പഠിക്കേണ്ടി വരും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വീക്ക്ലി റിവിഷൻ ചെയ്യുക. പിന്നെ ഈ റിവിഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിൽ റിവൈസ് ചെയ്യുക. പിന്നെ എനിക്ക് നല്ലൊരു ഓപ്ഷൻ തോന്നി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PYQ ചെയ്യുന്ന സമയത്തുള്ളൊരു ടൈപ്പ് ഓഫ് റിവിഷൻ ഉണ്ട്. അത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് PYQ നമ്മൾ മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് PYQ യൂസ് ചെയ്തിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഓക്കെ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വേറൊരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അല്ലേ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു വർഷം മുൻപുള്ള അല്ലെങ്കിൽ 2 വർഷം മുൻപുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. 1 വർഷം മുൻപുള്ള ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളും ചിന്തിച്ച് നോക്കിയാൽ കറക്റ്റ് 1 വർഷം എന്ന് പറയുമ്പോൾ അതായത് ഇത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് അടുത്ത കൊല്ലത്തെ ഈ എക്സാമിന്, അതായത് വരുന്ന LD LGS പോലുള്ള എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അല്ലേ. ഇപ്പം തന്നെ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതി പോകാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ. അല്ലാണ്ട് ലാസ്റ്റ് മിനിറ്റ് ഇരുന്നിട്ട് അയ്യോ ഞാൻ ഇവിടുന്ന് കറണ്ട് അഫയേഴ്സ് പഠിക്കും എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ഇരിക്കും. അപ്പം നിങ്ങളിപ്പോൾ തന്നെ മെയിൻലി കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ എഴുതിയെടുത്ത് പോവുക. ഇനിയിപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കുന്നത് യാതൊരു താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറേ PDFകൾ അവൈലബിൾ ആണ്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടെലഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് വായിച്ച് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി കഴിഞ്ഞ കൊല്ലം ഈ സമയം മുതൽക്കുള്ള കറണ്ട് അഫയേഴ്സ് നോക്കി തുടങ്ങുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് 2025 എടുത്ത് നോക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പോൾ നമ്മൾ എങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ
ഒരുപാട് സമയം കൂടും. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് 9 മിനിറ്റായി, 9:30 മിനിറ്റായി അല്ലേ? അപ്പോൾ ഇനിയും ഒരുപാട് ലെങ്ത് കൂടുന്നേക്കാളും നല്ലത് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ കണ്ടാണ് കേട്ടോ പറയണത്. കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. നിങ്ങളിപ്പോൾ മുതൽ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും. കറണ്ട് അഫയേഴ്സിന് അത്ര മാർക്കുണ്ട്. അത് പലരും ലാസ്റ്റ് മിനിറ്റ് വിട്ടു പോകുന്ന ഒരു കാര്യമാണ്. കറണ്ട് അഫയേഴ്സ് വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ മുതൽ പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് മറന്ന മീൻസ് കണ്ട് മറന്നതല്ല, കണ്ട് വീണ്ടും മടുത്ത ടോപ്പിക്കായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോണത്. ഓക്കെ, PYQ ആയിട്ട് സോറി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ചോദിക്കാൻ പോണത്. അപ്പോൾ ഡെയിലി ഇരുന്ന് പഠിക്കാം, ഡെയിലി ഇരുന്ന് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ, പിന്നെ പിന്നെന്താ വേറൊരു കാര്യം പറയാനുള്ളതേ, നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും എവിടെ നിന്നൊക്കെ ഞാൻ പഠിക്കണം, ഇനി എന്ത് ഞാൻ ചെയ്യണം, ഏതൊക്കെ ഭാഗത്തുനിന്ന് ഞാൻ പഠിക്കേണ്ടത്, അങ്ങനെ ഒരു അതായത് അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് നിർത്തുക. നമ്മൾ കുറച്ചും കൂടി ഒരു സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ PSC പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് മാക്സിമം കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആസ്ത അക്കാഡമിയുടെ യൂട്യൂബ് ചാനലാണ്. അതിൽ നമ്മളിപ്പം ഒരുപാട് സ്ഥലത്തുനിന്ന് പഠിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ സമയം ആ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു LD ലെവൽ അല്ലെങ്കിൽ ഒരു HS ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ ഒരു സോഴ്സ് അത്രമാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇങ്ങനെ കുറേ ഇരുന്ന് പഠിക്കണം എന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ മാക്സിമം റിവൈസ് ചെയ്യുക. പിന്നെ PYQ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്കണം, നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സാണ് എടുത്തത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സാണ്, നിങ്ങളുടെ ക്ലാസ്സിൽ എവിടെ പോയി പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PYQ ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അവർ എന്തായാലും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ PYQസിലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴി ശരിയാണ്, നിങ്ങൾ പോകുന്ന രീതി ശരിയാണ്, നിങ്ങൾ പഠിക്കുന്ന മെത്തേഡ് ശരിയാണെന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അല്ലാതെ പല പല സോഴ്സിൽ നിന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ. അതൊക്കെ നമ്മൾ എവിടുന്നാണ് പഠിച്ചത്. പിന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം അതിൽ വരികയെന്ന് എന്താ അറിയോ, വരാൻ പോണത്, നമ്മൾ ഈ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഞാൻ പഠിച്ചത് എന്നുള്ളത്. അപ്പോൾ റിവിഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സോഴ്സിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായത് ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെന്താ, അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. പിന്നെ നെഗറ്റീവ് മാർക്കിങ് നിങ്ങൾ കുറേ എക്സാം PYQസും അല്ല മോക്ക് ടെസ്റ്റും കാര്യങ്ങളും, മോക്ക് ടെസ്റ്റ് PYQസും ഒക്കെ OMR ഷീറ്റൊക്കെ വെച്ച് കറക്റ്റായിട്ട് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതായത് എല്ലാവർക്കും, എനിക്കടക്കം മനസ്സിലാവുള്ളൂ ഈ മോക്ക് ടെസ്റ്റ് എങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ദയവ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ PYQs പഠിച്ചു തുടങ്ങുക. അതും കൃത്യമായിട്ടുള്ള OMR ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ കുറച്ചുകൊണ്ട് തന്നെ പഠനം തുടങ്ങുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതായത് എല്ലാവരും എന്ന് പറയുമ്പോൾ LD എക്സാമിനാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ കൃത്യമായിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും എക്സാം VFA ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അതിന് വേണ്ടി പഠിക്കുന്നത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ടൈമുണ്ട്, പേടിക്കേണ്ട കേട്ടോ. VFA ഒക്കെ കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട് ഇരുന്ന് പഠിക്കാം. VFA മീൻസ് VFA നമ്മൾ 10th ലെവൽ അതേ സിലബസിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്തേക്ക് യൂസ്ഫുൾ ആവും. അപ്പം പിന്നെ ഒരു കാര്യം, നമ്മളായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുക. ആ ടൈം ടേബിളാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാൻ സാധ്യത. നമുക്കില്ലേ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ഓക്കെ, വേറെ ആർക്കും നമുക്ക് നമ്മളെ മനസ്സിലായ പോലെ ഒന്നും ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമായിരിക്കും, മേ ബി. എനിക്ക് തോന്നിയ കാര്യം അതാണ് കേട്ടോ. അപ്പം നമുക്ക് ഏത് രീതിയാണ് നല്ലത്, എങ്ങനെയാണ് പഠിക്കുന്നതാണ് ബെറ്റർ എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ശരിക്കിരുന്ന് പഠിക്കാം. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ റെഡിയാക്കുക, പഠിക്കേണ്ട മെത്തേഡ് സെറ്റാക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഈ 2 ഭാഗവും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന LD എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്. ഞാൻ ഫുള്ളി ആക്റ്റീവ് അല്ല, എന്നാൽ പോലും എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിലും നമ്മൾ ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഒന്ന് കയറി നോക്കൂ, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഫ്രണ്ട്സിനോടൊക്കെ വന്ന് കാണാൻ പറയാം, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.